സംസ്ഥാനത്ത് 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 നഷ്ടത്തിലെന്ന് വീണ്ടും CAG. ലാഭകരമല്ലാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണം എന്നാണ് ശുപാർശ. KMML ക്രമക്കേടുണ്ടെന്നും KSRTC കണക്കുകൾ നൽകുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തമാകാമെന്നാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴി നയരേഖയിൽ പറയുന്നത്. പിന്നാലെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടക്കണക്ക് CAG നിരത്തിയത്. സംസ്ഥാനത്താകെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 എണ്ണമാണ് നഷ്ടത്തിലോടുന്നത്. ആകെ നഷ്ടം കണക്കാക്കുന്നത് 18,026 കോടി രൂപയാണ്. 2020 മുതൽ 23 വരെയുള്ള രേഖകൾ പരിശോധിച്ചാണ് CAGയുടെ നിരീക്ഷണം. 18 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇവയുടെ അടച്ചുപൂട്ടൽ നടപടികൾ സർക്കാർ തുടങ്ങണമെന്ന് CAG ശുപാർശ ചെയ്യുന്നു. 58 സ്ഥാപനങ്ങൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്നവയാണെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ജീവനക്കാരുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSRTCയിൽ ഓഡിറ്റിനായി അക്കൗണ്ട് വിവരങ്ങൾ പോലും ലഭ്യമായില്ല എന്നും വിമർശനമുണ്ട്. 2016 ശേഷമുള്ള ഒരു ഓഡിറ്റ് രേഖയും KSRTCയിൽ ലഭ്യമല്ല. KMML അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ അർഹതയില്ലാത്തവർക്ക് കരാർ നൽകിയതിലൂടെ 23,17 ലക്ഷം രൂപ നഷ്ടമുണ്ടായെന്നും ഓഡിറ്റിൽ കണ്ടെത്തി. പൊതു ടെൻഡർ നിർബന്ധമാക്കണമെന്നും CAG നിർദ്ദേശിക്കുന്നു. 24 തിരുവനന്തപുരം.